എങ്കിൽ അത് അധികം വൈകാതെ മറ്റെല്ലാത്തിലേക്കും അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും, നമ്മുടെ പേഴ്സണാലിറ്റീനെ റിയാക്റ്റീവ് പേഴ്സണാലിറ്റിയാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് കാരണം കൊണ്ട് നോ ക്വസ്റ്റ്യൻ, ആരെന്നോട് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് നോ ക്വസ്റ്റ്യൻ, അതെവിടെ നിന്നുണ്ടായി നോ ക്വസ്റ്റ്യൻ, ഇവിടെ ഇരിക്കുന്ന സ്ഥലം എങ്ങനെ കേടാക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരം നെഗറ്റീവ് ഫീലിങ്സിനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ എനിക്ക് ഒന്നാമത് വേണ്ട ഘടകമാണ്. രണ്ടാമത് കണ്ടിട്ടുള്ളത് ടു മച്ച് ഹെക്റ്റിക് ആകുമ്പോൾ, ചെയ്യേണ്ടതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ കൂടുതലായി കഴിയുമ്പോൾ മനസ്സിന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രോപ്പറായിട്ട് നീങ്ങാനുള്ള ചാൻസ് പോലും കിട്ടാണ്ടാവുണ്ടാവുന്ന കെയോസ്, കൂടിക്കൊഴഞ്ഞ അവസ്ഥ, അവിടെ നിന്നും മനുഷ്യന് ദേഷ്യം ഉണ്ടാവാറുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി ഡെയിലി ആക്ഷന് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യം ഓർക്കാനുണ്ടോ എങ്കിൽ ഒരു നോട്ട് പാഡ് വെക്കുക, എന്നിട്ട് എഴുതിയിട്ട് ഓർത്തെടുത്ത് കാര്യങ്ങൾ ചെയ്യുക. എന്നാലും മനസ്സിനെ ജാം ആവാൻ സമ്മതിക്കാതെ ഫ്രീ ആക്കുക. പിന്നെ ഒരു സിറ്റുവേഷൻ കണ്ട് ഉറക്കമൊഴിയേണ്ടി വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് നമുക്കൊരു മനുഷ്യന് അത്യാവശ്യമാണ്. മിനിമം 4 മണിക്കൂർ ഉറക്കം, മാക്സിമം 6 മണിക്കൂർ ഉറക്കം.